യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കേ. 26:4. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. 3 കൂടെ ഒന്ന് വായിച്ചേ. സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പൊ പൂർണ്ണ സമാധാനം ഹല്ലേലൂയ നമുക്ക് ലഭിക്കണമെങ്കിൽ അതെങ്ങനെ ലഭിക്കുമെന്നാ ദൈവം കൊണ്ട് തരുമെന്നല്ല പറഞ്ഞേക്കുന്നത് ഇവിടെ. നമ്മൾ ദൈവത്തിൽ സ്ഥിരമാനസൻ, ഹല്ലേലൂയ, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പാതെ ഇളകിപ്പാതെ ചഞ്ചലപ്പെട്ടു പാതെ, ഹല്ലേലൂയ, അങ്ങനെ ഉറച്ച മനസ്സോടുകൂടി ദൈവത്തിൽ ആശ്രയം വെച്ചാലാണ് ദൈവം നമ്മളെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നത്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും സമാധാനക്കേട് വരുന്നെങ്കിൽ, അസമാധാനം വരുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ മനസ്സിങ്ങനെ ആടുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. നടക്കുമോ നടക്കത്തില്ലേ, കിട്ടുമോ കിട്ടത്തില്ലയോ, വരുമോ വരുത്തില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡബിൾ മൈൻഡഡ്. അത് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞ എന്താ, ഡബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റി എങ്ങനെയാന്ന് പറഞ്ഞേ, ഹാലില്ല, അവൻ ദൈവത്തെ നിന്ന് ഒന്നും ലഭിക്കുന്നത് പ്രതീക്ഷിക്കേ വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അസ്ഥിരൻ അങ്ങനെ അവിടെ പറഞ്ഞേക്കുന്നത്, അല്ലെ, സ്ഥിരമാനസില്ല, അസ്ഥിരനായിട്ടുള്ളവൻ, ഹാലേലിയ, അല്ലെ, ഡബിൾ മൈൻഡഡ് പേഴ്സൺ ആണെങ്കിൽ എന്താ ചോദിച്ചാൽ ദൈവത്തിൽ നിന്നൊന്നും കിട്ടുന്നത് പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് സ്ഥിരമാനസം. അപ്പൊ നമ്മളെല്ലാവരും ദൈവത്തിൽ എപ്പോഴും, ഹല്ലേലൂയ, മനസ്സുറപ്പിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നത്. അപ്പൊ ദൈവം പൂർണ്ണ സമാധാനം നമ്മളെ കാക്കുന്നു. പക്ഷെ ഈ ആ സമാധാനത്തിന്റെ ഇടയിൽ അസമാധാനം കയറി വരുന്ന നമ്മുടെ ഓരോരുത്തരെയും ചിന്ത മണ്ഡലത്തിൽ ഇന്നലെ, ഇതിന്റെ മലയാളം വാക്ക് ചിലതൊക്കെ പറയാം, ഞാൻമുളക്ക് ശരിക്കും പറയാൻ മനസ്സിലാകും. ഞാൻ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും മന്ദ ഈ സ്ഥിരം, അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഇതാണ് കാര്യം. അപ്പൊ അതാണ് കാര്യം. ഹാലേലിയ. സ്ഥിരം മാനസൻ എന്നുള്ള വാക്കാണ് വളരെ ഇമ്പോർട്ടന്റ്. ഹാലേലിയ. അടുത്ത എന്നിട്ട് അടുത്തത് യഹോവയാം യാഹിൽ ശാശ്വതമായി പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയം. ഇപ്പൊ യഹോവയാം യാഹിൽ, പിന്നെ എടുത്തത് ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ എന്നേക്കും. അപ്പൊ ഈ ശാശ്വതമായ പാറ നമ്മൾ ഒരിക്കലും പൊട്ടിപ്പോകാത്ത, ഉടഞ്ഞു പോകാത്ത, മാറിപ്പോകാത്ത ഒരു ശാശ്വതമായ പാറ നമുക്കുണ്ട്. നമ്മളെ ആ പാറമേലാണ് നിർത്തിയേക്കുന്ന പോലും. എന്നിട്ടും നമ്മൾ ആമയും പലപ്പോഴും മറ്റുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരിലും മറിച്ച് സാഹചര്യം ഇതെല്ലാം മാറുന്നതനുസരിച്ച് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവസന്നിധി വിശ്വാസത്തോടെ, ഹാലേലിയ, നമ്മൾ നേരോട്, ഹാലേലിയ, ആമേ, ഹാലേലിയ, നിഷ്കളങ്ക മനസാക്ഷിയോടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ, ഹാലേലിയ, ആമേ, ഒരു ദോഷം വരുത്തില്ല. ഹാലേലിയ. സംഭവിക്കുക എന്താ വെച്ചാൽ നമുക്ക് പലതും ദോഷമെന്ന് തോന്നും, പക്ഷേ അവിടെയൊക്കെ, ഹാലേലിയ, ആ ദോഷം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവിടെ ഒരു, ആമേ, ഹാലേലിയ, ഒരു എന്താ പറയുക, ആപത്ത്, ഒരു അനർത്ഥം, അല്ലെങ്കിൽ ഒരു പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം ദൈവത്തിൻ്റെതല്ല, നമ്മുടേതാണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടലുകൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഹാലിലെ തകർച്ചകൾ ഉണ്ടാകുന്ന, വീഴ്ചകൾ ഉണ്ടാകുന്ന, പരാജയങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിനെ കാരണം ദൈവത്തെ കുറ്റമായിട്ട് ഒരു കാര്യമില്ല. അതിന് സാഹചര്യം ഒരുക്കുന്ന നമ്മളാണ്. ഞാനിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി കൂടെ ഒക്കെ കടന്നു. ഇതിന് ശരിക്കും പറഞ്ഞാൽ കാരണം ദൈവമല്ല. എനിക്ക് ദൈവം മുന്നമേ അറിഞ്ഞ് ആവശ്യത്തിനുള്ള സമ്പത്തൊക്കെ തന്നിരുന്നതാണ്. ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തോട് ആലോചന ചെയ്യാതെ ഞാനിത് എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കി കൊടുത്തു പോയി. പക്ഷേ ദൈവം അതിനെ തടയാൻ വന്നില്ല. അതാണ് ദൈവം എന്താ വിചാരിച്ചത്, അവള് കൊടുക്കുന്നത് കുറച്ചുകൂടെ, അത് കഴിയുമ്പോൾ കുറച്ച് നാളിങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഹാലേലൂയ. അപ്പോൾ ഇതൊക്കെ ഹാലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാണ്ടല്ല സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ പിടിപ്പുകേട് കൊണ്ടും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മുടെ ഹാലേലൂയ ബുദ്ധിമോശം കൊണ്ടൊക്കെ ചിലതൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഹാലേലൂയ അതിൻ്റെയൊക്കെ ഭവിഷ്യത്തിലൊക്കെ അനുഭവിച്ച് ഹാലേലൂയ പുറത്തു വരണമെന്നുള്ളത് ദൈവ നിശ്ചയമാണ്.
അവിടെ ഞാൻ പറയാം, ദൈവം നമ്മളെ ഹാലേലിയ ആമേ പകുതി വഴി ഇട്ടിട്ട് പോകത്തില്ല. നീ ചെയ്തതല്ല, നീ അനുഭവിക്കുന്നു പറയാം, അങ്ങനെയൊന്നും വിടത്തില്ല. പക്ഷെ ദൈവം അവിടെയൊക്കെ എന്നാ വെച്ചാൽ നമുക്ക് നമ്മളെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ, നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് അവിടെയും തരും. ദൈവത്തിന്റെ വിശ്വസ്തതയാ തരും. നമ്മുടെ കുഴപ്പം കൊണ്ട് ആർക്കും സംഭവിച്ചെങ്കിൽ പോലും ദൈവത്തിന്റെ വിശ്വസ്തത വിട്ടുകളയാൻ ദൈവത്തിന് കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തെ ത്യജിക്കാൻ ദൈവത്തിന് കഴിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ ഹാലേലിയ അങ്ങനെ കാക്കുകയും, അവിടെ അതിന്റെ 11 വാക്യങ്ങളൊന്ന് വായിച്ച സിസ്റ്റർ. യഹോവേ, നിന്റെ കൈ ഉയർന്നിരിക്കുന്നു, അവരോ കാണുന്നില്ല. എങ്കിലും ജനത്തെക്കുറിച്ചുള്ള നിന്റെ തീഷ്ണത അവർ കണ്ട് ലജ്ജിക്കും. ആമേൻ, നിന്റെ ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ചു കളയും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പറയും, യഹോവേ നിന്റെ കൈ ഉയർന്നിരിക്കുന്നു, അവരോ കാണുന്നില്ല. ദൈവത്തിന്റെ കൈ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും അത് ഉയർന്നിരിക്കുക. ശത്രുക്കൾ അത് കാണുന്നില്ല പലപ്പോഴും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി എപ്പോഴും സ്വന്തം ജനത്തിന് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി ഉയർന്ന ആ കൈ ഉയർന്നത്, അത് വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ്. അല്ലെ, ദൈവത്തിന്റെ കൈ അത് വീര്യം പ്രവർത്തിക്കുക. ആ കൈ എപ്പോഴും ഉയർന്നിരിക്കുക, അത് താഴ്ത്തിടുന്നതേ ഇല്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ നേരെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളത് കാണുന്നതിന് മുമ്പ്, നമ്മളത് അറിയുന്നതിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ശത്രു കൊണ്ടുവരുന്ന പല പദ്ധതി നമ്മൾ അറിയുന്ന പോലുമില്ല. കാരണം എൻ്റെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നത് കൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിനെയൊക്കെ ഹാലയില്ല ദൈവം മാറ്റിക്കളയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് മാത്രമാണ് നമ്മൾ അയ്യോ 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 എന്ന് വിളിക്കുക. പക്ഷേ കാണാത്ത എന്തെല്ലോ കാര്യങ്ങൾ നമ്മുടെ ആത്മമണ്ഡലത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ട്, ഇപ്പൊ ശത്രുവും ഹാലയില് ഹൃദയത്തിൽ ഒരാളെ നോട്ടം വെക്കുമ്പോൾ ദൈവം അറിയുന്നത്, ദൈവം അപ്പൊ തന്നെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്ന ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അതും വെച്ച് പരാതി, ദൈവമേ ഇതെന്തായിരിക്കും കിട്ടാത്ത, അതെന്തെനിക്ക് കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിൽ എന്തോരം പദ്ധതികൾ ശത്രു കൊണ്ട് തകർത്ത് കളയാനായിട്ട് ഈ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയാനായിട്ടൊക്കെ ദൈവം വെക്കുന്ന ഓരോ നമ്മുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവൻ കൊണ്ടുവരുന്ന സകല പദ്ധതികളെ ദൈവത്തിന്റെ കരം, ഉയർന്നിരിക്കുന്ന കരം അതിനെല്ലാം നീക്കിക്കളയുന്നുണ്ട്. അവിടെ പറയുന്ന അവരത് അറിയുന്നു, യഹോവേ നിന്റെ കൈ ഉയർന്നിരിക്കുന്നു, അവരെ എങ്കിലും ജനത്തെക്കുറിച്ച് നിന്റെ തീഷ്ണത അവർ കണ്ടു ലജ്ജിക്കും. അപ്പൊ ദൈവത്തിന് ജനത്തെക്കുറിച്ചുള്ള തീഷ്ണത നമ്മുടെ ശത്രുക്കൾ കണ്ട് ലജ്ജിക്കും. അതുപോലെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി എപ്പോഴും ഉയർന്നിരിക്കുന്ന കരമാണ്. നിന്റെ ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി സദാ ജാഗരിച്ചുകൊണ്ടിരിക്കുന്ന, ഉണർന്നിരിക്കുന്ന പ്രവർത്തിക്കുന്ന വീര്യം പ്രവർത്തിക്കുന്ന കരം നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ആ യാകുന്ന ദൈവത്തിൽ നമ്മൾ സ്ഥിരം മാനസരായിരിക്കുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണ സമാധാനത്തിൽ നമ്മളെ കാക്കാൻ പറ്റും. യെരൂശലേമിനെ കുറിച്ച് കഴുകൻ ചുറ്റി കാക്കുന്നത് പോലെ കാക്കുന്ന ദൈവമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യുദ്ധത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത്, ഞാൻ കഴുകൻ പക്ഷിയെ ചുറ്റിപ്പറക്കുന്ന കാക്കുന്ന ദൈവം അവിടെ കാക്കുന്നുണ്ട്. അപ്പൊ ദൈവം അറിഞ്ഞു, ഇവള് ഇടയ്ക്കിടയ്ക്ക് വന്ന് യുദ്ധത്തിന്റെ ഇതൊക്കെ കാണുമ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ദൈവം അറിഞ്ഞു, ഇതാണ് ഞാൻ പറയും, നീ മുണ്ടാ പോരെന്ന് പറഞ്ഞു വായിക്കുന്നത്. അപ്പൊ അമ്മ എന്താ ആൻസർ പറയത്തതൊക്കെ ചെയ്യും. അപ്പം ദൈവത്തിന് എല്ലാത്തിനും പദ്ധതികളുണ്ട്. കാരണം അത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു ഇത് വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറയും, അത് ഇസ്രായേലിന്റെ ഭാഗമായിരുന്നതാണ്. അപ്പൊ ഓരോരുത്തരെ കയറി അപഹരിക്കുമ്പോഴും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചില സമയങ്ങളിൽ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ട് ഉണ്ടാവുമായിരിക്കും. നമുക്കതിനെക്കുറിച്ച് വലിയ ജ്ഞാനമില്ല. ദൈവം അതിനെക്കുറിച്ച് നമ്മൾ വെളിപ്പെടുത്താത്തടത്തോളം എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ കണ്ണി കാണുന്ന കാര്യത്തിനെല്ലാം കയറി ഞാൻ അഭിപ്രായം പറയത്തില്ല. ദൈവം പറയുന്ന കാര്യങ്ങളല്ല ദൈവത്തിന്റെ എന്നോട് ആ യുദ്ധത്തിന്റെ കാര്യത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും വേണ്ടി ഒരുപോലെ പ്രാർത്ഥിക്കല്ല, ആരുടെയും പക്ഷം പിടിച്ചെന്ന് പ്രാർത്ഥിക്കും. ഇതുവരെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒരു നീതിയുണ്ട്, ന്യായമുണ്ട്. ഇവിടെ തന്നെ ഇതിൽ തന്നെ പറയുന്ന നീതിയാണ്. ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത്. ആ ദൈവം അതുവരെ ദൈവം അത് ചെയ്യും. 42-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളൊന്ന് വായിക്കും സിസ്റ്റർ. നാൽപ്പത്തിരണ്ടിന്റെ 3-4. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയില്ല.
അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആമേൻ. മതി മതി സിസ്റ്റർ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഹല്ലേലൂയ. ചതഞ്ഞ ഓടയൊന്നും ഒടിച്ച് കളയില്ല, പുകയുന്ന തിരിയാൻ കെടുത്തി കളയത്ത്. എന്നോട് പല പ്രാവശ്യം ഇടപെട്ട് ഞാൻ എനിക്കൊന്ന് ഏതോ ഏതോ പാട്ടിനകത്ത് ഇല്ല ഈ ഭാഗങ്ങളുണ്ട്. ഹല്ലേലൂയ. കാരണം ചതഞ്ഞ ഓട ഒടിക്കാത്തതാണ് നമ്മുടെ ദൈവം. ചതഞ്ഞ ഓട നമ്മളിപ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഓടക്കുഴൽ ഉണ്ടാക്കുന്ന മുളയാണത്. ഓടയെന്ന് പറയുന്നത്. അത് ചതയല്ല, അതൊരു ചെറിയ പോറൽ വീണാൽ പോലും, ഒരു സ്ക്രാച്ച് വന്നാൽ പോലും ആ ഓട ശരിക്കും പിന്നെ കൊള്ളത്തില്ല. കാരണം അല്ലെങ്കിൽ സ്വരങ്ങൾ വരത്തില്ല. അത് പൊട്ടിയോ ഒടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കളയാൻ വേണ്ടി മാത്രമേ കൊള്ളൂ. പിന്നെ അല്ലെങ്കിൽ അടുപ്പി വെക്കാനോ തീ കത്തിക്കാനൊക്കെ ഉള്ളത്. കാരണം അതിൻ്റെ അതിൻ്റെ കറക്റ്റ് അല്ല. അതിൻ്റെ എന്ന് വെച്ചാൽ ഒരു പൊട്ടലോ പോറലോ മീൻസ് അതിൻ്റെ അങ്ങനെ ഒന്നും ഉണ്ടാകാത്ത, എന്നാൽ മാത്രമേ അതിനകത്ത് കറക്റ്റായിട്ട് ഹോൾസ് ഇടുന്ന സമയത്ത് ആ സ്വരങ്ങൾ കറക്റ്റായിട്ട് വരും. അപ്പം അതുകൊണ്ട് ചതഞ്ഞതാണ് പിന്നെ എടുത്ത് കളയാനേ കൊള്ളു. പക്ഷെ ദൈവം പറയുന്നത് ആ ചതഞ്ഞ ഓടിയെ പോലും ഒടിച്ചു കളയാത്ത ദൈവം. അതിന് വീണ്ടും പണിയെടുക്കാൻ കഴിയുന്ന ദൈവം ദൈവം അതിനെപ്പോലും ഉപേക്ഷിക്കത്തില്ല, അതിനെപ്പോലും കളയാത്ത ദൈവമാണ്. അതിൽ പുകയുന്ന തിരി, നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് വിളക്ക് കത്തിച്ചൊക്കെ അറിയാതല്ലേ. ഹല്ലേലൂയ. പുകഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ തട്ടി അണയ്ക്കും നമ്മളത്. ഹല്ലേലൂയ. അപ്പൊ പുകയുന്ന തിരിയെ നമ്മളൊക്കെയാണ് അത് കെടുത്തിക്കളെ അപ്പം തന്നെ പുകയുന്ന കണ്ടു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. അയ്യോ എണ്ണ തീർന്നാലേ പുകഞ്ഞ് എന്നും പറഞ്ഞ് അതിനെ നമ്മൾ വേഗം അതിനെ കെടുത്തിക്കളയും. പക്ഷെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് കെടുത്തിക്കളയാത്ത ദൈവമാണ്. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ പിതാവ് ആ ദൈവമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പല പുകച്ചിലുകളും ഉടച്ചിലുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല കുശവനെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ, ആ ഉടഞ്ഞു പോയ മൺപാത്രം നമ്മളൊക്കെ എന്നാ പറയാ, ആ മൺപാത്രത്തെയൊക്കെ ആ കുശവന്റെ കരത്തിലോട്ട് കിട്ടിയപ്പം അതെടുത്ത് പണിയുന്ന ദൈവമാണ്. അപ്പൊ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലാകട്ടെ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിലാകട്ടെ, ഓരോന്നിനും ചില പോരായ്മകൾ. ഇപ്പൊ ഡോക്ടേഴ്സൊക്കെ പറയും അതിന് ഇതില്ല, അതില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല, ഇങ്ങനെ സംഭവിക്കുന്നില്ല, അതുകൊണ്ട്. പക്ഷെ നമ്മുടെ കുശവനെ കുറിച്ച് പറയുന്നത് ഉടഞ്ഞ പാത്രത്തെ പോലെ ആ കരത്തിൽ വെച്ച് വീണ്ടും മെനഞ്ഞ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ആ കുശവന്റെ കരത്തിലെ ഇരിക്കുന്ന മണ്ണ് എത്ര ആ രൂപം കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും ഉടച്ച് വാർത്ത് പണിയാൻ കഴിയുന്ന ദൈവമാണ്. എന്ത് പോരായ്മയുണ്ടെങ്കിൽ പൊട്ടിപ്പോയ ഒരു ഓടയെ പോലും കളയാതെ പുകഞ്ഞ് തിരിയെന്ന് വെച്ചാൽ പിന്നെ അത് കൊള്ളത്തില്ല. അതിനെപ്പോലും കെടുത്തി കളയാതെ കത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരത്തിലാണ് നമ്മളിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പോരായ്മ ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞാലും, അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക, ഡോക്ടേഴ്സ് പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ എന്ത് കുറവുണ്ടെന്ന് പറഞ്ഞാലും, എന്ത് വൈകല്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, അതിനെ വീണ്ടും പണിഞ്ഞെടുക്കാൻ കഴിയുന്ന അതിനെ തള്ളിക്കളയാതെ പണിയുന്ന ഒരു ദൈവത്തിന്റെ കയ്യിലാണ് നമ്മളിരിക്കുന്നത്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഹല്ലേലൂയ, ഒന്നും ദൈവത്തിന് കഴിയാത്തതായിട്ടില്ല. നമ്മൾ നോക്കെ ദൃഷ്ടി വെച്ച് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ഇനി അതിന് ഒരു രക്ഷയുമില്ല. അതിനി പാഴാണ്, അതിന് ശൂന്യമാണ്. ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പം ദൈവത്തിന് അങ്ങനെ പാഴ് ശൂന്യമായി കിടക്കുന്നതിനെ നോക്കിയാണ് ദൈവം പറയും എനിക്ക് അതിനെ വീണ്ടും നന്നാക്കി എടുക്കാനായിട്ട്, ഏറ്റവും മനോഹരമാക്കാനായിട്ട് മരുഭൂമിയെ എന്താ പറയാ ഉദ്യാനമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ ദൈവത്തെ നമ്മൾ ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒരിക്കലും കുറച്ച് കാണരുത്. സാഹചര്യങ്ങൾ നോക്കിയിട്ട്, റിപ്പോർട്ടുകൾ നോക്കിയിട്ട്, നമ്മുടെ അവസ്ഥകൾ നോക്കിയിട്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അതെങ്ങനെ വേണമെങ്കിലും സംഭവിക്കും. എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ആ ദൈവത്തിൽ പൂർണ്ണ ഉറപ്പോടും പൂർണ്ണ വിശ്വാസത്തോടും നമ്മൾ ആയിരിക്കണം. യെശയ്യാ പ്രവാചകൻ 54-10 വാക്യം വായിക്കാം. നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്യമാണ്. ഇതെല്ലാം എപ്പോഴും വായിക്കുന്ന വാക്യമാണ്. ഹല്ലേലൂയ. പ്രവചനം 4-10. 54:10. യെശയ്യാ 54:10. ഓക്കെ, 54:10. ഓക്കെ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കുന്നുകൾ മാറിപ്പോകും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്നത് കുന്നുകൾ നീങ്ങിപ്പോകും.
പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ആമേൻ. പർവ്വതങ്ങൾ നീങ്ങിപ്പോകാം. കാരണം പർവ്വതങ്ങളൊന്നും നീങ്ങി പോകുന്നില്ല. പക്ഷേ അത് സംഭവിച്ചാലും കുന്നുകൾ മാറിപ്പോയാലും അതെല്ലാം സംഭവിച്ചാലും ഒരിടത്ത് പറയുന്നത്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. കാരണം പെറ്റമ്മമാരെ സാധാരണ മറക്കാറില്ല. അതുകൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത് ചിലപ്പോൾ മറന്നേക്കും. പക്ഷേ അന്ന് ദൈവം അത് പറയുന്ന സമയത്ത് പെറ്റമ്മയൊന്നും കുഞ്ഞുങ്ങളെ മറക്കത്തില്ല. മൃഗങ്ങൾ പോലും കുഞ്ഞുങ്ങൾ എത്ര സ്നേഹത്തോടെ പക്ഷികൾ അല്ലെങ്കിൽ മൃഗങ്ങളാണ് നോക്കിപ്പോകും. അതുപോലെ ഇവിടെ പറയാം, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ മാറിപ്പോയാലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. അപ്പൊ ദൈവത്തിന്റെ ദയ അത് ഒരു നാളും നമ്മളെ വിട്ട് മാറത്തില്ല. ആ ദയ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് അവിടെ ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിവില്ലാത്തവരായി പോലെ. അപ്പൊ ദൈവത്തിന്റെ ദയ നമ്മുടെ കൂടെ ഉണ്ട്. അത് ഒരിക്കലും വിട്ട് മാറാം. അപ്പൊ ദൈവത്തിന്റെ ദയ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ദൈവം വിട്ടുകളയോ? ഏത് അവസ്ഥയും അതല്ല, മനുഷ്യർ വിട്ടുമാറും. എന്ന് വെച്ചാൽ മനുഷ്യന്മാര് നമ്മുടെ അപ്പനാണേലും അമ്മയാണേലും സഹോദരങ്ങളാണേലും ബന്ധുക്കളാണേലും ചാർച്ചക്കാർ എത്ര സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരേ കുഴിയിൽ ചാടി മരിക്കുമെന്ന് പറഞ്ഞ സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ അവസ്ഥകൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോയതല്ല. ഹാലേലൂയ. ആരും ഉണ്ടാകാത്ത സ്ഥലത്തും ആർക്കും വരാൻ കഴിയാത്ത സ്ഥലത്തും ആരും നമ്മൾ തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്തും അമ്മേന്റെ ദൈവത്തിന്റെ ദയയും വിശ്വസ്തയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഏത് സാഹചര്യത്തിൽ പോലെ ഞാൻ പറയാം, നമ്മൾ എത്ര താഴ്ചയിലൂടെ പോട്ടെ, ഏത് രോഗാവസ്ഥയിൽ കൂടെ പോട്ടെ, ഏത് പ്രോബ്ലത്തിൽ കൂടെ പോട്ടെ, കാരാഗ്രഹത്തിനുള്ളിലാണ് അവിടെ ഇറങ്ങും ദൈവം നമുക്ക് വേണ്ടിയിട്ട്. കാരണം ആ ദൈവത്തിന്റെ ദയം വിശ്വസ്തത നമ്മൾ വിട്ട് മാറിപ്പോകത്തില്ല. സിംഹക്കൂട്ടിലാണ് അവിടെ ഇറങ്ങും ദൈവം. നമ്മൾ രോഗക്കിടക്കിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ടി ബി പാസ്റ്റർ മോന്റെ ടിബിയുടെ എനിക്കറിയത്തില്ല, ആ കുഞ്ഞിനെ ആ ലിറിക്സ് കുഞ്ഞിന്റെ ആ ലിറിക്സ് എഴുതി വന്നപ്പോൾ കുഞ്ഞ് ആ ലിറിക്സിനകത്തുണ്ട് അപ്പൊ അപ്പനും അമ്മയും ഒന്നും ഇല്ലാത്തടത്ത് എന്നെ തഴുകി എന്നെ തലോടിയ കരമുണ്ട്. കാരണം വെന്റിലേറ്ററിലാണ്, ഐസിയുലാണ്, ആർക്കും കടന്നു വരാൻ കഴിയാത്ത സ്ഥലത്താണ്. അത് ഒറ്റയ്ക്കല്ല അവിടെ കടന്ന്, കുഞ്ഞായിരിക്കുന്ന സമയത്ത് 5 മാസം പ്രായമുള്ള, പക്ഷെ അത് ഒറ്റയ്ക്കല്ല അവിടെ കടന്ന് ആ കിടക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കരം കൂടെയുണ്ട്. ദൈവമാണ് അവന് കൂട്ടിരുന്നത് ആ സമയത്ത്. നമ്മുടെയൊക്കെ മാനുഷികമായ കണ്ണുകളിൽ അവിടെ ഇപ്പം നമ്മൾ പലരും കോവിഡ് വന്നതിന് ശേഷം പറയാറുണ്ട്, വെന്റിലേറ്ററിനുള്ളിൽ കിടന്നപ്പോൾ ആരുമില്ലാത്തപ്പോൾ ദൈവം അവിടെ ഇറങ്ങി നിന്ന് ദൈവം കൂട്ടുണ്ട്, ദൈവം സംസാരിച്ച്, ദൈവം വന്ന് ആശ്വസിപ്പിച്ച്. കാരണം നമുക്ക് ആരുമില്ലെന്ന് തോന്നി ഏത് അവസ്ഥയിലാണെങ്കിൽ ആർക്കും കടന്നു വരാൻ കഴിയാത്ത സ്ഥലത്ത് ദാനിയേൽ സിംഹക്കൂട്ടിൽ അറിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം അവിടെ ഉണ്ടായിരുന്നു. കാരണം തീച്ചുള ഇട്ടവരുടെ കൂടെ ദൈവം ഇറങ്ങിയെങ്കിൽ ദാനിയേലിന്റെ അടുത്ത് ദൈവം ചെന്ന് കാണും. അവിടെ ദൂതരൊന്നും ആയിരിക്കത്തില്ല. കാരണം വെച്ചാൽ അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം. നമ്മളെ വിട്ട് കളയത്തില്ല എവിടെയാണെങ്കിലും, എത്ര താഴ്ചയിലാകട്ടെ. ഇപ്പം ഞാൻ പറയും, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞു സഹോദരങ്ങളും മാതാപിതാക്കന്മാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെല്ലാവരും കമ്മ്യൂണിക്കേഷൻ പോക്കും വരവും എല്ലാം. പക്ഷേ നമ്മളെ അവർ മറന്നുപോയേക്കുന്ന കാരണം ഒറ്റപ്പെടുത്തിയേക്കും. നമ്മളെയൊക്കെ അവർ മറന്നു പോകുമ്പോഴും അന്വേഷിക്കാതിരിക്കുമ്പോഴും നോക്കാതിരിക്കുമ്പോഴും കാണാതിരിക്കുമ്പോഴും വരാതിരിക്കുമ്പോഴും, പക്ഷേ നമ്മുടെ കൂടെ എപ്പോഴും മോളെ നമ്മുടെ സങ്കടം ഒന്ന് വരുമ്പോൾ, കണ്ണൊന്ന് പറയുമ്പോൾ, എന്തിനാ നീ കരയുന്നല്ല, നീ എന്തിനാ സങ്കടം, ഞാൻ നിന്റെ കൂടെ ഇല്ലെന്ന് ചോദിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം ദിവസം ദിനം തോറും നമ്മളെ ആ ശബ്ദത്തിൽ എല്ലാവരും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ അവൻ നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ടോ ദൈവത്തിനുണ്ടാകും. അപ്പൊ ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തി. ഇത് വെറുതെ ദൈവം പറഞ്ഞല്ല. നമ്മുടെ ജീവിതത്തിൽ പല ഭയങ്ങൾ വരും, നമുക്ക് പ്രയാസങ്ങൾ വരും. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട അവസ്ഥയിൽ കൂടെ ഒക്കെ പോകും. അവിടെയെല്ലാം ദൈവം പറയുന്നത് എന്താ വെച്ചാൽ, ഭയപ്പെടേണ്ട എന്ന് നേരത്തെ പറയും, നമ്മൾ ഭയത്തിലൂടെ പോകും. ഭ്രമിച്ചു നോക്കണ്ട എന്ന് പറയും, കാരണം നമ്മൾ ഭ്രമിച്ചു പോകുമെന്നറിയാവുന്നുണ്ട്. അവിടെ ബലമില്ലാതെ പോകുന്നുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറയുന്ന അപ്പൊ അവിടെ നമുക്ക് ദൈവത്തിന്റെ സഹായം വേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് ദൈവത്തിന് മുന്നമേ അറിയാവുന്നുണ്ട്. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് തനിയെ നടക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വലങ്കരം കൊണ്ട് നമ്മളെ താങ്ങി നടത്തുമെന്ന് പറഞ്ഞേക്കുന്നത്. വെറുതെ അല്ല വാക്യങ്ങൾ വന്നേക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിത സാഹചര്യം നമുക്ക് വരുമെന്ന് ദൈവത്തിന് മുന്നമേ അറിയാം. ആ അറിയുന്ന ദൈവം മുന്നമേ കൂട്ടി നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ് അത് നീ അത് ആ ഭയം വരുമ്പോൾ നീ ഓർത്തോണം. ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്നെ ഞാൻ കൈവിട്ട് കളയത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല. ഞാൻ എൻ്റെ കരം ഉള്ളിടത്തോളം എൻ്റെ കരം എപ്പോഴും നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന കരമാണ്. അത് വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്. അത് ആർക്ക് വേണ്ടി ഉയർന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി സദാകാലം അത് ഉയർന്നിരിക്കുന്ന കരമാണ്. മടങ്ങത്തില്ല അത്. അപ്പൊ ദൈവം കഴിഞ്ഞ ദിവസം ചോദിച്ചാണ് യോബിനെ ദൃഷ്ടി വെച്ചപ്പോൾ ഞാൻ അറിഞ്ഞെങ്കിൽ എൻ്റെ മക്കളെ എത്രയധികം ഞാൻ അറിയുമെന്ന്. ശത്രു ദൃഷ്ടി വെക്കുമ്പോൾ അറിയുന്ന ദൈവം അത്. നമ്മളെ
ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ശത്രു നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തുള്ളൂ. പക്ഷേ ദൈവം പറയും, അവൻ മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ അറിയുന്നുണ്ട്. ഹാലേലൂയ, ആരെ നോക്കുന്നു, ആരെ ദൃഷ്ടി വയ്ക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൂടെ നമ്മൾ നിൽക്കുക. നമ്മൾ ആ വിശ്വാസത്തിൽ ഉറയ്ക്കണം. ഹാലേലൂയ, നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ അത് വേണം. നമ്മുടെ ഓരോ സാഹചര്യത്തെ നമ്മൾ കാണണം. ഹാലേലൂയ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി, ഹാലേലൂയ, കൂടെയുള്ള ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, നമ്മളെ തള്ളിക്കളയാത്ത ദൈവം, നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിന്റെ ദയ എപ്പോഴും നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്, ദൈവത്തിന്റെ ദയയാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റ് വന്നാലും കുറവുകൾ വന്നാലും ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തത്തില്ല. ദൈവത്തിന്റെ ദയ നമ്മളെ വിട്ട് പോകുകയില്ല. കുന്നുകൾ മാറിപ്പോ, പർവ്വതങ്ങൾ നീങ്ങിപ്പോ. ഇവിടെ പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ ദയ നമ്മളെ വിട്ട് മാറുകയില്ല. ആ ദയ എന്നും എന്നേക്കും നമ്മുടെ കൂടെ ഉണ്ട്. സങ്കീർത്തനം 30-ാം അധ്യായത്തിന് 5-ാം വാക്യം വായിക്കാമോ? അടബാറിവന അറിക്കേശാലേ റിബറബറവശാല ബറബാറിവന ഹറബാറിവന ഹറകാശേഖമന പരിപാതി ബദക ബദകദവന വച്ചുകൂട. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നാലോ, ദൈവം നമ്മളോട് കോപിക്കും. ചിലപ്പോൾ നമ്മളെ അടിക്കുകയും ചെയ്യും. പക്ഷെ അത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം എപ്പോഴേക്കത്തില്ല. പക്ഷേ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അപ്പൊ ദൈവത്തിന് നമ്മളുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രസാദം ചെയ്യാം. പക്ഷെ കോപം വന്നാൽ ദൈവം ഒത്തിരി നേരത്തേക്ക് അത് കാണിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഇസ്രായേൽ ജനത്തിൽ തന്നെ കാണാല്ലേ, ദൈവത്തിന് കോപം വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവം അവരെ ശിക്ഷിക്കും. പക്ഷേ കഴിയുന്നതിന് മുമ്പ് ദൈവം എന്നിട്ട് അതും അതിന് മുമ്പ് ഇത്ര ചാൻസ് കൊടുക്കും, എന്തെല്ലാം പറഞ്ഞു കൊടുക്കും. ഒട്ടും കേൾക്കാത്ത വരുമ്പോഴാണ് ഒരു അടിയൊക്കെ കിട്ടുന്നവർ അവരുടെ ചെയ്തത്. പക്ഷെ അത് കഴിയുമ്പോൾ ദൈവത്തിന്റെ കരുണ അവർക്ക് വേണ്ടി വെളിപ്പെടും. നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടേക്കുന്നത്. അതിനെക്കാട്ടിയൊക്കെ ഉപരിയാണ് നമ്മൾ. അല്ല, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പർ, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം വരുന്നു. ഹാലില്ലേ, നമ്മുടെ ജീവിതത്തിൽ ചില രാത്രികളിൽ, ചില സന്ധ്യാസമയങ്ങളിൽ ഒരു കരച്ചിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ സങ്കടം, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടം താൽക്കാലികമായിട്ടൊക്കെ കടന്നു വരുമ്പോൾ അതിന്റെ പിന്നിൽ നമുക്കൊരു ആനന്ദഘോഷമുണ്ട്. കാരണം നമ്മുടെ ദൈവത്തിന്റെ കരുണ അങ്ങനെയാണ്. കോപം ക്ഷണനേരത്തേക്ക് ഉള്ളെങ്കിലും അപ്പൊ ജീവപര്യന്തം അവന്റെ വിശ്വസ്തത, ആ സ്നേഹം നമ്മുടെ കൂടെ. 103-ാം സങ്കീർത്തനത്തിന്റെ 10-ഉം 11-ഉം കൂടെ വായിച്ചു. 103. 10, 11. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം, ഹല്ലേലൂയ, പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പകരം. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രവൃത്തിയാലല്ല ദൈവം നമുക്ക് വേണ്ടി കാണിക്കുന്ന ദൈവം വിശ്വസ്തയെ. കാരണം ദൈവത്തിന്റെ സ്വഭാവം അത്. അപ്പൊ നമ്മുടെ സ്വഭാവമൊക്കെ വെച്ച് നമ്മുടെ പ്രവൃത്തിയൊക്കെ നോക്കുകയാണെങ്കിൽ ആമേൻ, ദൈവം ഇപ്പോഴും ഞാൻ പറയും, വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ കുശുമ്പ്, കുന്നായ്മ, പക, പിണക്കം, ഇതൊക്കെ മൂത്തായിട്ട് മാറിപ്പോയിട്ടുണ്ടോ? ഇതൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. കയ്പ്, വെറുപ്പ്, ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും ആ ജഡീകമായ സ്വഭാവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇതൊക്കെ വെച്ചിരിക്കുമ്പോൾ മത്സരമില്ലേ? ഉണ്ട്. മത്സരം ആഭിചാര ദോഷം കാട്ടി ഭയാനകമാണ്. നമുക്ക് ദ്വന്ദ്വപക്ഷമില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മത്സര ബുദ്ധി ഇല്ലേ? അതുപോലെ ചിലരോടൊക്കെ ഇപ്പോഴും ക്ഷമിക്കാൻ കഴിയാത്ത വെറുപ്പായിട്ട്, കയ്പായിട്ട് ഇരിക്കുന്നില്ലേ? നമ്മുടെ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ആരോടുമൊക്കെ ശത്രു, ഒരു മനുഷ്യനോട് ഒരു സന്ധ്യയ്ക്ക് ശേഷം വെച്ചോണ്ടിരിക്കാനല്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അവരെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതെല്ലാം പറയുമ്പോഴും ഇന്നും പരസ്പരം മിണ്ടാൻ പോലും കഴിയാതിരിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. അല്ലെ, ഒന്ന് കണ്ട ഒന്ന് ചിരിക്കാൻ പറ്റാത്ത, ഒന്ന് മിണ്ടാൻ പറ്റാത്ത, അങ്ങനെ ഇരിക്കുന്നവരെ. പക്ഷെ അപ്പൊ നമ്മുടെ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ടൊന്നുമല്ല ദൈവം നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ചെയ്യുകയും ചെയ്ത. കാരണം ഇവിടെ പറയുന്നത് ദൈവ അകൃത്യങ്ങൾക്കൊത്തണം അവൻ നമ്മുടെ പകരം ചെന്നുവെച്ചാൽ ആകാശ ഭൂമിക്ക് ഉയർന്നിരിക്കുന്നത് അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ എന്നിട്ട് അതുപോലെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നല്ല, അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. നമ്മുടെ ലംഘനങ്ങൾ, നമ്മുടെ പാപങ്ങളെ ഉദയവും അസ്തമയവും പോലെ ഡിഫറൻസ് പോലെ ദൈവം നമ്മൾ
നിന്ന് അകറ്റിയിട്ട് ദൈവത്തിന്റെ ആമേൻ ദയ നമ്മുടെ മേൽ ഏറ്റവും വലുതായിരിക്കുന്നു. ആമേൻ അപ്പൊ ആ ദൈവം ദൈവത്തിന്റെ സ്വഭാവം കാണും, ദൈവത്തിന്റെ സ്നേഹം കാണും, ദൈവത്തിന്റെ വിശ്വസ്ത കാണും. അവിടെ അടുത്ത വാക്യം പോലെ അപ്പന് മക്കളോട് കരുണ തോന്നും പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ഇവിടെ ആ ദാസൻ എഴുതിയപ്പോഴാണ് അപ്പന് മക്കളോട് കരുണ. ഇത് നമ്മൾ മക്കൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ അപ്പന് നമ്മളോട് കരുണയാണ്. അങ്ങ് സ്നേഹമാണ്, ദയയാണ്, ദൈവത്തിന്റെ വിശ്വസ്ത. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ, ഈ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഈ ദൈവം നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ, ഈ നമ്മളെ ശക്തിപ്പെടുന്ന ദൈവം, നമ്മളെ കാക്കുന്ന ദൈവം, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം, നമ്മളെ സംരക്ഷിക്കാൻ ഓരോ കാര്യത്തിലും നമുക്ക് വേണ്ടി ദൈവത്തിന് ചെയ്യാൻ കഴിയത്ത ഒന്നുമില്ല. അതുപോലെ ദൈവത്തിന്റെ സ്നേഹവും വിശ്വസവും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ആ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചാൽ മാത്രം മതി. സ്ഥിര മാനസനായിരുന്ന നമുക്ക് പൂർണ്ണ സമാധാനത്തിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമാധാനക്കേട് വരുന്നതിന്റെ കാര്യം നമ്മൾ ആ ദൈവത്തെ ശരിയായ രീതിയിൽ തിരിച്ചറിയുന്നില്ല, നമ്മൾ പൂർണ്ണ ആശ്രയം വെക്കുന്നില്ല, പൂർണ്ണ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇന്നത്തെ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ സമാധാനം കിട്ടും നമ്മുടെ കയ്യിലാതിരിക്കുന്നത്. അത് ഇനി ദൈവത്തിന് കൊണ്ടുതരാൻ പറ്റത്തില്ല. ആ സമാധാനം നമ്മൾ പലപ്പോഴും കർത്താവേ എനിക്ക് സമാധാനം തന്നെ, ദൈവം ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്. യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് പോയപ്പോൾ തന്നെ പറഞ്ഞേ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ഓൾറെഡി കർത്താവ് ദൈവത്തിന്റെ സമാധാനം നമുക്ക് തന്നിട്ട് പോയി. ഇനിയും നമ്മൾ സമാധാനം ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് തരാൻ, ദൈവത്തിന്റെ പക്കൽ ഇനി സമാധാനം ഇല്ലെന്ന് ഓൾറെഡി തന്നു കഴിഞ്ഞു. അത് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് ആ വിശ്വാസമായി തന്നെ പറയാം. അപ്പൊ നമ്മൾ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം, ദൈവത്തെ നമ്മൾ ഒരാളെ സ്നേഹമുള്ള ഒരാള് എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കുമല്ലേ, വിശ്വസിക്കുക, അല്ലെങ്കിൽ അതങ്ങനെ. അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവത്തോട് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ, ദൈവം പറഞ്ഞേക്കുന്ന ഓരോ വാക്യങ്ങളും നമ്മൾ വിശ്വസിക്കും, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കും. ഈ പ്രഭാതത്തെ എല്ലാവരും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളത്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ കൈവിടത്തില്ല, നമ്മുടെ കൈവിടത്തില്ല. നമ്മുടെ ഏത് ആവശ്യങ്ങളിൽ, ഏത് എത്ര പൊട്ടിപ്പോയ റോഡയാണെങ്കിൽ, പുകയുന്ന തിരിയാണെങ്കിൽ വീണ്ടും അതിനെ നന്നാക്കി എടുക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓർക്കുക. അപ്പൊ ദൈവത്തിന് അസാധ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പോരായ്മകളും പല റിപ്പോർട്ടുകളും നമ്മളോട് പറയുമ്പോൾ ഞാൻ പറയും, ചതഞ്ഞ് ഓടിക്കാത്ത പുകയുന്ന തിരികെ എടുത്തേ കളയാത്ത ദൈവത്തിന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിലില്ല, ഒരു ഭാരവും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. അത് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട്, എന്താ പറയാ, സാമ്പത്തികമായിട്ട്, മറ്റെന്ത് മേഖലയാണെങ്കിലും ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പൂർണ്ണമായി ഉറച്ചിരിക്കുക. ആ ദൈവത്തിൽ നമുക്ക് തന്നിട്ട് ആ സമാധാനത്തിൽ തന്നെ നമ്മളായിരിക്കുക. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.